അവിഹിത ഗർഭം നാട്ടിലുണ്ടായാൽ അതിൻ്റെ പിതൃത്വം അവകാശപ്പെടുന്ന കഥാപാത്രത്തെ ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞ്. എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് വീണ്ടും വീണ്ടും BJP നേതാക്കൾ അവതരിക്കുന്നത് കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്, പുതിയ രാജ്യാന്തര തുറമുഖത്തിന് 5 പൈസ ഇതുവരെ മുടക്കാത്ത ഇപ്പോൾ ഒരു വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലോൺ ഇതുവരെ വന്നിട്ടില്ല, വരാൻ പോണേ ഉള്ളൂ. പോട്ടെ, അതൊഴികെ അത് കിട്ടിയിട്ടുമില്ല, കിട്ടാൻ ഇനി വൈകും. 1 പൈസ പോലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്ങിന് മുടക്കാത്ത, നിർമ്മാണം പൂർത്തിയാക്കി ആദ്യഘട്ടം മുടക്കാത്ത കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വേദി കയറിയിരുന്ന് പരിഹാസ്യനായത് നമ്മൾ കണ്ടതാണ്. പണ്ട് കൊച്ചി മെട്രോയ്ക്ക് കുമ്മന രാജശേഖരം പോയി കുമ്മനടി എന്ന പ്രയോഗം വന്നതുപോലെ ഇപ്പോഴത്തെ പ്രയോഗം ചന്ദ്രനടി എന്നാണ്. ഈ ചന്ദ്രനടി ഇപ്പൊ രണ്ടാമതും കണ്ടു. എന്നാണ് ചന്ദ്രനടി? തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം സംബന്ധിച്ച്. എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് ഇവരൊക്കെ മാറുന്ന കാണുമ്പോൾ കഷ്ടമല്ല തോന്നുന്നത്. എന്താണ് കാര്യം? കഴിഞ്ഞ ദിവസം 62 സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. തിരുവനന്തപുരം സിറ്റിയിലെ 12 റോഡുകൾ ഉൾപ്പെടെ. ഇത് നിർമ്മിച്ചത് നാഷണൽ ഹൈവേ അതോറിറ്റി, ദേശീയപാത അതോറിറ്റിയാണ്? അല്ല. ഇത് നിർമ്മിച്ചത് കേരള PWD ആണ്, കേരള റോഡ് ഫണ്ട് ബോർഡ് കൂടിയാണ്. തിരുവനന്തപുരത്തെ സിറ്റിയിലെ അടിപൊളി റോഡുകൾ, സ്മാർട്ട് റോഡുകൾ. ഇന്നത്തെ സാമ്പത്തിക പങ്കാളിത്തം എങ്ങനെയാണ്? ഇതൊക്കെ BJP എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് രംഗത്ത് വന്നത്. അത് ഞങ്ങളാണ് ഇതിനെല്ലാം അങ്ങ് ഉണ്ടാക്കി കൊടുത്തത്. വിഴിഞ്ഞത്തിന്റെ കാര്യം പറയുന്നത് എന്താ? യഥാർത്ഥ കണക്കുകൾ എന്താണ്? അതിപ്പോൾ ചർച്ചയായി വരുന്നുണ്ട്. ഈ തിരുവനന്തപുരം മാത്രം നമ്മൾ എക്സാമ്പിൾ എടുക്കുക, ഉദാഹരണം. അവിടുത്തെ ഇത്രയും 1 ഡസൻ സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞില്ല. കേന്ദ്രം 500 കോടി രൂപ അതിന് ഫണ്ട് വിനിയോഗിച്ചു. ഇല്ലാന്ന് നമ്മൾ പറയത്തില്ല. കേന്ദ്രം 500 കോടി. പക്ഷെ കൂടുതൽ മുടക്കിയത് ആരാണ്? അത് കേരളം. ദേശീയപാത വികസനത്തിന് 5600 കോടി കൊടുത്തതുപോലെ കൊടുക്കേണ്ട കാര്യമില്ല, എന്നിട്ടും കൊടുത്തു. ദേശീയപാത ഇവിടെ അതിന്റെ വികസനം യാഥാർത്ഥ്യമാകാൻ എന്ന് പറഞ്ഞ പോലെ ഈ സ്മാർട്ട് റോഡ് പ്രോജക്റ്റിന് പോലും കൂടുതൽ തുക മുടക്കിയത് കേരളമാണ്, കേന്ദ്രമല്ല. അതിന്റെ നിബന്ധന എന്താണ്? കേന്ദ്രം 500 കോടി തരും. ഇപ്പൊ തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ റോഡിന്റെ കാര്യം പറയുകയാണ്. സംസ്ഥാനം 500 കോടി, കേരള സർക്കാർ 500 കോടി. അപ്പൊ 1000 കോടി. 1000 കോടിക്ക് തീരത്തില്ല അതിന്റെ ബജറ്റ് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ. അപ്പൊ കേന്ദ്ര സ്കീമിലെ നിബന്ധന പറയുകയാണ്, ഈ വിഴിഞ്ഞം പോലെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഗ്രാന്റ് അല്ലാണ്ട് ലോണാക്കിയെന്ന്, വായ്പയാക്കിയെന്ന് പറയുന്നത് പോലെ കേന്ദ്ര നിബന്ധന എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നമ്മൾ ജനങ്ങൾ അറിയണം. ഇതൊന്നും ഒരു മുഖ്യധാര മാധ്യമങ്ങളും ജനങ്ങളെ അറിയിക്കുന്നില്ല, യഥാർത്ഥ വിഷയങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. ഞങ്ങൾ വീണ്ടും വീണ്ടും പറയും. അപ്പൊ 1000 കോടിക്ക് റോഡുകൾ തീരത്തില്ല തിരുവനന്തപുരത്തെ. അപ്പൊ എന്തു വേണം? കൂടുതൽ തുക മുടക്കേണ്ടി വരും. അതാരും മുടക്കണം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുടക്കണം എന്നാണ് കേന്ദ്ര നിബന്ധന. ഈ ആശാവർക്കർമാരുടെ കേസ് എന്ന് പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര പദ്ധതിയാണിത്. ഇതും കേന്ദ്ര പദ്ധതിയാണ്. ആശാവർക്കർമാരുടെ പദ്ധതി പോലെ തന്നെ ഇത് കേന്ദ്ര പദ്ധതിയാണ്. അതിനകത്ത് കേരളത്തിന് വിഹിതം വർക്കർമാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ കേരളത്തിന്റെ വിഹിതമാണ് കൂടുതൽ. പിന്നെ നിങ്ങൾ BJP നേതാക്കൾ നിങ്ങൾ എന്തിനായി അവകാശപ്പെടുന്നത്? കേന്ദ്രത്തിന്റെ മഹാസംഭവമാണെന്ന് എന്തിനാ അവകാശപ്പെടുന്നത്? പിന്നെ മത്സരാധിഷ്ഠിതമായിട്ടാണ് കേരളം ഈ പദ്ധതി കൈക്കലാക്കുന്നത്. അതിലേക്ക് വരാം. അപ്പോൾ പിന്നെ 135 കോടി കൂടി തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുക്കുന്നു ഈ റോഡ് വികസനത്തിന്. അപ്പൊ കേരളം 500ഉം 135ഉം 635 കോടി രൂപ കേരളം മുടക്കിയിട്ടാണ് സംസ്ഥാനത്ത് സ്മാർട്ട് റോഡുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ആഘോഷിക്കുന്നില്ല. കേന്ദ്രം മുടക്കിയതിനേക്കാൾ എത്രയോ കൂടുതൽ തുക കേരളം മുടക്കിയിരിക്കുന്നു. ഇനി ഇതിനകത്ത് ഒരു നിബന്ധനയുണ്ട്. എത്ര തുക അധിക പണിക്ക് വന്നാലും വൈകിയാലും തീർക്കാൻ വേണ്ടി എത്ര തുക വന്നാലും അത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെ വഹിക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതത്തിൽ നിന്ന് കൊടുക്കുന്ന ഈ വികസന ഫണ്ടിൽ നിന്ന് ആ തുക തിരുവനന്തപുരം കോർപ്പറേഷൻ നഗരസഭ ചെലവഴിക്കേണ്ടി വരും. അപ്പൊ കേന്ദ്രത്തിന് വേറെ ബാധ്യതയൊന്നും ഇല്ല. ആകെ 500 കോടി രൂപയുടെ ബാധ്യതയുള്ളൂ. ബാക്കിയെല്ലാം സംസ്ഥാനത്തിന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇനി ഇത് ബിഡ് ചെയ്തിട്ടാണ് കേരളം നേടിയത്.
UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുമ്പം തുടങ്ങിയ, അന്ന് കേന്ദ്രത്തിൽ പിന്നെ നരേന്ദ്രമോദി സർക്കാർ വന്നിട്ട് തുടങ്ങിയ പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി റോഡ് പ്രോജക്റ്റ്. അത് ആദ്യം വന്നത് കൊച്ചിക്ക് കൊടുത്തു, തിരുവനന്തപുരത്തിന് തന്നില്ല. ആര്? ഉമ്മൻചാണ്ടി സർക്കാർ. ഇപ്പം വിഴിഞ്ഞത്തിന്റെ പേരും പറഞ്ഞിട്ട് പിണറായി സർക്കാർ കൊച്ചിയെ, തിരുവനന്തപുരത്തെ അവഗണിക്കുന്നു, പി രാജീവ് മന്ത്രിയെല്ലാം കൊച്ചി കൊണ്ടുപോകുന്നെന്ന് വിമർശിക്കുന്നവരെ യൂട്യൂബ് മാമന്മാരൊക്കെ ഉണ്ടല്ലോ, അവരോട് അറിയാൻ പറയുകയാണ്, ഈ സ്മാർട്ട് സിറ്റി റോഡ് സിറ്റി പ്രോജക്റ്റ് ആദ്യഘട്ടം വന്നത് കേരളത്തിന് അനുവദിച്ചത് കൊണ്ടുപോയത് കൊച്ചിയിലേക്കാണ്. പിന്നെ രണ്ടാം പ്രോജക്റ്റാണ് പിണറായി വിജയൻ സർക്കാർ 2016 അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള രണ്ടാം പ്രോജക്റ്റ് ബിഡ് ചെയ്ത് കേരളം നേടിയെടുത്തത്. തിരുവനന്തപുരം മേയർ ഉൾപ്പെടെ ഡൽഹിയിൽ പോയിട്ട് പ്രസന്റ് ചെയ്തിട്ട് ഈ രണ്ടാം പ്രോജക്റ്റിലെ 36 നഗരങ്ങൾ മത്സരിച്ചു. ഇതൊക്കെ ജനങ്ങൾ അറിയണം. ഇന്ത്യയിലെ, നമ്മുടെ രാജ്യത്തെ 36 നഗരങ്ങൾ സ്മാർട്ട് റോഡ് പ്രോജക്റ്റ്, സിറ്റി റോഡ് പ്രോജക്റ്റിന് വേണ്ടി മത്സരിച്ചിട്ട് അങ്ങനെ കേരളത്തിന്, തിരുവനന്തപുരത്തിന് കിട്ടിയത് രണ്ടാമത്തെ ഫേസ് ആണ്. 2-0 ആണ് ഇത്, രണ്ടാമത്തെയാണ്. 1-0 കൊച്ചിയിലേക്ക് കൊണ്ടുപോയി ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. ഇത് രണ്ടാം പ്രോജക്റ്റാണ് കിട്ടിയത്. അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അന്ന് മേയർ VK പ്രശാന്ത്, അദ്ദേഹം ഇപ്പൊ വട്ടിയൂർക്കാർ MLA. അങ്ങനെയാണ് ഇത് യാഥാർത്ഥ്യമായത്. പിന്നെ ഇപ്പൊ രണ്ടാം ഘട്ടത്തില് അടുത്ത പ്രോജക്റ്റായിട്ട് വീണ്ടും മേയർ ആര്യ രാജേന്ദ്രന് ഡൽഹിയിൽ പോയിട്ട് ഈ ബിഡിൽ പങ്കെടുത്തിട്ട് ഈ 36 നഗരസഭകൾ മത്സരിച്ചത് ഇന്ന് കേരളത്തിന് അതിൽ 18 നഗരസഭകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ തിരുവനന്തപുരവും വന്നു. അത് പ്രോജക്റ്റ് പ്രസന്റ് ചെയ്തതുകൊണ്ട് വന്നിട്ട് അങ്ങനെ കിട്ടിയ പ്രോജക്റ്റിലാണ് ഇപ്പൊ ഈ പറയുന്ന 12 സ്മാർട്ട് റോഡുകൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. ഇതിലെന്താ BJPക്ക് പങ്കുള്ളത്? എന്താ കേന്ദ്ര സർക്കാരിന്റെ പങ്കുള്ളത്? കേരളം ബിഡ് ചെയ്തിട്ട് മത്സരിച്ച് നേടിയെടുത്തതാണ് ഈ പ്രോജക്റ്റ്. ഇന്ത്യയിൽ ആകമാനമുള്ള ഈ പറയുന്ന 18 ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പ്രോജക്റ്റിൽ ഒന്ന് കേരളത്തിന് കിട്ടിയത് അങ്ങനെയാണ്. എന്നിട്ട് ഇതിന്റെ പണി തുടങ്ങിയപ്പം അവിടെ കുഴികൾ എടുക്കാൻ, ശാസ്ത്രീയ റോഡ് നിർമ്മിക്കണം, കുഴികൾ എടുക്കുമ്പോൾ ആ കുഴികൾ മൂടാൻ വന്നവരാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാര്. നിഷേധിക്കാമോ? അത് മേയർ ആര്യ രാജേന്ദ്രൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രോജക്റ്റ് നടക്കരുത്, ഇത് മുടിഞ്ഞു പോകണം. അതായത് തിരുവനന്തപുരം വികസിക്കരുത്, തിരുവനന്തപുരത്തല്ല റോഡുകൾ, സ്മാർട്ട് റോഡുകൾ വരാൻ പാടില്ല, ഈ പ്രോജക്റ്റ് നടക്കരുത്. അപ്പോൾ വെട്ടിക്കേറിയ റോഡിലെ കുഴികളെല്ലാം മണ്ണിട്ട് മൂടാൻ വേണ്ടി BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾ, പദ്ധതി വൈകിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഇവർക്ക് നാടിനോട് എന്ത് സ്നേഹമാണുള്ളത്? സ്വന്തം നാടിനോട്. തിരുവനന്തപുരം നഗരത്തിലെ കോർപ്പറേഷനിലെ പ്രധാന പ്രതിപക്ഷം BJP ആണ്. കോൺഗ്രസ് മൂന്നാമതാണല്ലോ. കോൺഗ്രസ് വോട്ടെല്ലാം BJPക്കാണല്ലോ ഇപ്പൊ മൃദു ഹിന്ദുത്വ വഴി പോകുന്നത്. അപ്പൊ പ്രതിപക്ഷം BJP ആണ്. ആ BJP കൗൺസിലർമാര് സ്വന്തം നാട്ടിലെ, സ്വന്തം നഗരത്തിലെ വികസനത്തിന് എതിര് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ദേശസ്നേഹമുണ്ട്? നിങ്ങൾക്ക് രാജ്യസ്നേഹമേ ഇല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ഒരു പ്രസ്ഥാനമാണല്ലോ RSS, ജനസംഘ്, BJP ഉൾപ്പെടെ. നിങ്ങൾക്ക് സ്വന്തം നാടിനോട്, സ്വന്തം തിരുവനന്തപുരത്തോട്, തിരുവനന്തപുരത്ത് വികസനത്തെ പറ്റി വാദോരാതെ സംസാരിക്കുന്നവരെ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, മാധ്യമപ്രവർത്തകരല്ല മാപ്രകൾ, അവരോട് ചോദിക്കട്ടെ, ഇതെന്താ അന്തിച്ചർച്ചയാവാത്തത്? സ്വന്തം മണ്ഡലത്തിലെ, സ്വന്തം നാട്ടിലെ കോർപ്പറേഷൻ കൗൺസിലായിട്ടിരിക്കുന്ന BJPക്കാരൻ തന്നെ അവിടെ കുഴി മൂടാൻ നടക്കുക, അവിടെ റോഡ് പണി നടക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിനകത്ത് ദേശസ്നേഹമുള്ളത്? അന്തിച്ചർച്ചയില്ല. ഒരു കോട്ടിട്ട മാധ്യമ ജഡ്ജിമാർ ഇതൊന്നും ചർച്ച ചെയ്യത്തില്ല. ചർച്ച ചെയ്യാൻ വേറെ എന്തുണ്ടെന്ന് തുറന്നു നോക്കും. വേറെന്തുണ്ട്? പിണറായി സർക്കാരിനെതിരെ ചെയ്യാൻ വേറെന്തുണ്ട്? നിങ്ങളെയൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ മാപ്രകളെ, നിങ്ങളെ പറ്റി ജനങ്ങൾക്ക് ഇപ്പൊ നല്ല ധാരണയുണ്ട്. ഇപ്പൊ ED മാപ്ര അവിശുദ്ധ സഖ്യം തന്നെ ഇപ്പൊ പുറത്തു വന്നു കഴിഞ്ഞു. അത് കൂടുതൽ വേറൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ഈ റോഡുകളുടെ കാര്യത്തിലും. തിരുവനന്തപുരം ഉൾപ്പെടെ 62 റോഡുകൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്, പണികൾ പൂർത്തിയാക്കിയിട്ട്. അതൊരു വികസന കുതിപ്പാണ്. വികസന കുതിപ്പിന്റെ കൂടെ നിൽക്കാൻ ഈ മീഡിയയ്ക്കോ ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ ഇവിടുത്തെ മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ EDക്കോ ഒന്നും സാധിക്കുന്നില്ലല്ലോ. അവിടെയാണ് താല്പര്യം. ആ താല്പര്യങ്ങളെ നമ്മൾ പൊളിച്ചെടുക്കും. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ എന്ത് കള്ളത്തരങ്ങളും ഞങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് പൊളിച്ചെടുക്കും. ഞങ്ങൾ നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളെപ്പോലുള്ള യൂട്യൂബ് ചാനലുകളും മാധ്യമങ്ങളും, ഓൺലൈൻ മാധ്യമങ്ങളും, ഒരു സംശയവും വേണ്ട.